അപ്പോൾ നമുക്ക് ഡിസൈൻ ഓഫ് പേർലിൻസിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സുകളിൽ വിൻഡ് ലോഡ്സ് കാൽക്കുലേറ്റ് ചെയ്യാനും അതുപോലെ ഡിസൈൻ ലോഡ്, അതായത് വിൻഡ് പ്രഷറും ഡിസൈൻ ലോഡും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഡിസൈൻ ലോഡ് ഒറ്റ പ്രോബ്ലമായിട്ട് ചിലപ്പോൾ വരാം, അതുകൊണ്ടാണ് അത് ചെയ്യിപ്പിച്ചത്. സോ നമുക്ക് ബേസിക്കലി അല്ല ഡിസൈൻ ലോഡ് സ്റ്റെപ്പ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇത്രയും വലിയ സ്റ്റെപ്സ് ഇല്ല. അതായത് സിംഗിളായിട്ട് നിങ്ങൾ അതായത് ഡിസൈൻ്റെ ഇടയ്ക്ക് വിൻഡ് ലോഡ് ചെയ്യില്ലേ, അപ്പം പ്രശ്നമില്ല, ഇത്രയും സ്റ്റെപ്സ് വരത്തില്ല. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് ഡിസൈൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ചെയ്യാം. ഇപ്പം നിങ്ങൾക്കുള്ളത് പേർലിൻസിൻ്റെ ഡിസൈനാണ്. പേർലിൻസ് എന്താണെന്ന് അറിയായിരിക്കുമല്ലോ. നമ്മുടെ ഡ്രസ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കൊടുക്കുന്ന മെമ്പേഴ്സാണ് പെർലിൻസ് എന്ന് വെച്ചാൽ. ഇപ്പോൾ ഇത് ഡ്രസ്സ് കൊടുക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ പ്രൊവൈഡ് ചെയ്യും. ആ മെമ്പേഴ്സിനാണ് നമ്മൾ പേർലിൻസ് എന്ന് പറയുന്നത്. സോ അത് തന്നെ ഐ സെക്ഷൻ പേർലിൻസും ഉണ്ട്, ചാനൽ സെക്ഷൻ പേർലിൻസും ഉണ്ട്, രണ്ടിൻ്റെയും ഡിസൈനും ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഡിസൈൻ സ്റ്റെപ്സ് പഠിച്ചു വയ്ക്കാം. നിങ്ങൾക്ക് യൂഷ്വലി ഇതിനകത്ത് ഒത്തിരി സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പ് കുറച്ച് ലെങ്ത് കൂടുതലാണ് ആൻഡ് ഏകദേശം ഒരേപോലെ ഇരിക്കുന്ന സ്റ്റെപ്പുകളാണ് എല്ലാം. സോ ചെറുതായിട്ട് കൺഫ്യൂഷൻ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. സോ ഒരു 4 തവണ വീഡിയോ എങ്കിലും കണ്ടിട്ട് എഴുതി തന്നെ പഠിക്കുക. ഓക്കെ, സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാരണം ഒരേ രീതിയിലാണ് നമ്മൾ ഒരു തവണ ചെയ്ത് വന്നിട്ട് വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്ന പോലെ തോന്നും. ഓക്കെ, സോ അതുകൊണ്ട് കൺഫ്യൂഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 തവണയെങ്കിലും മിനിമം നോക്കുക. ഓക്കെ, ആൻഡ് ഇതിൻ്റെ തന്നെ ഐ സെക്ഷനും സി സെക്ഷനും വരുന്നുണ്ട്. അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ജസ്റ്റ് ഏരിയ എടുക്കുന്നത് മാത്രമൊക്കെ വ്യത്യാസം വരുള്ളൂ. ഓക്കെ, ആൻഡ് ലെങ്ത്ത്, വെബിൻ്റെ തിക്നെസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിൽ മാത്രമേ വ്യത്യാസം വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം, സ്റ്റെപ്സ് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് സ്ലോപ്പ് കൺസിഡർ ചെയ്യുന്നതാണ്. ഓക്കെ, അതായത് ഡിറ്റർമിനേഷൻ ഓഫ് സ്ലോപ്പ്, റൂഫിൻ്റെ സ്ലോപ്പ്. നമ്മളിപ്പം ഡിസൈൻ ലോഡ് പഠിച്ച സമയത്തും സ്ലോപ്പ് എങ്ങനെ എടുക്കുന്നതെന്ന് പറഞ്ഞു. ഇതൊരു റൂഫാണ്, അതിൻ്റെ ആംഗിൾ തീറ്റ ഇതാണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി, ഹൈറ്റ് ഓഫ് ദ ട്രസ്. ആൻഡ് ഇത് മൊത്തത്തിൽ സ്പാൻ ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും, അപ്പം സ്പാൻ ബൈ 2. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ സ്പാൻ ബൈ 2. അപ്പോൾ അതിൽ നിന്ന് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എച്ച് ബൈ സ്പാൻ ബൈ 2. ഓക്കെ, ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് ലോഡ്സ്. ഓക്കെ, ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് ലോഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അവിടെ എന്താ ചെയ്തത്, നമ്മൾ ലോഡ് കൺസിഡർ ചെയ്തിട്ട്, അതായത് ഡിസൈൻ ലോഡിൻ്റെ സ്റ്റെപ്പ് ചെയ്തപ്പോൾ ലോഡ് കൺസിഡർ ചെയ്തു. ആദ്യം എന്നിട്ട് അതിനെ ഫാക്ടർ ലോഡ് കാൽക്കുലേറ്റ് ചെയ്തു. ഫാക്ടർ ലോഡ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അതിനെ പെർ റണ്ണിൽ, അതായത് നമ്മൾ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരുന്നുവെങ്കിൽ കിലോ ന്യൂട്ടൺ പെർ മീറ്ററിലോട്ടാക്കി, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്ററിലോട്ടാക്കി, അല്ലേ. സോ ഫാക്ടർ ലോഡ് അതായത് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാക്കുമ്പോൾ നിങ്ങൾക്ക് ഡെഡ് ലോഡ് ഫ്രം ഷീറ്റും സെൽഫ് വെയ്റ്റ് ഓഫ് പേർലിൻ പ്ലസ് ലൈവ് ലോഡ്. അപ്പം നിങ്ങൾക്കിതിൽ ലൈവ് ലോഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, സോ ഷീറ്റിൻ്റെയും സെൽഫ് വെയ്റ്റ് ഓഫ് പേർലിൻസും മസ്റ്റായിട്ട് ചെയ്തിരിക്കാം. ഓക്കെ, ആൻഡ് അത് ഇൻറ്റു 1.5 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫാക്ടേർഡ് ലോഡ് കിട്ടും. ആൻഡ് അതിന് കിലോ ന്യൂട്ടൺ പെർ മീറ്ററിലോട്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഈ ഫാക്ടേർഡ് ലോഡിനെ സ്പേസിൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സ്പേസിൻ ഓഫ് പേർലിൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആൻഡ് ദെൻ അതിൻ്റെ കൂടെ വേറൊരു ലോഡും കൂടെ വരുന്നുണ്ട്, നോർമൽ ലോഡ്. അതായത് നമുക്കിപ്പോൾ ഇതാണ് ഡ്യൂ ടു ഗ്രാവിറ്റി വരുന്നത് നോർമലായിട്ട്, അതായത് നമ്മുടെ റൂഫ്. അപ്പം ഇതിന് നോർമലായിട്ട് ഇങ്ങനെ ഒരു നോർമലായിട്ടൊരു ലോഡ് ഡ്യൂ ടു ഗ്രാവിറ്റി വരുന്നത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ നോർമലായിട്ട്, പക്ഷേ ഇതെന്ന് വെച്ചാൽ എന്താണ്, ഇൻക്ലൈൻഡ് ആയിട്ടാണ് റൂഫ് ഇരിക്കുന്നത്. സോ അതിന് നോർമലായിട്ട് ഒരു ലോഡ് ആക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് 2 കമ്പോണൻസ് കാണും. ഓക്കെ, ആൻഡ് ദിസ് ആംഗിൾ വിൽ ബി ഈക്വൽ ടു തീറ്റ. ഇത് W കോസ് തീറ്റ ആയിരിക്കും. ഇങ്ങോട്ട് വരുന്ന കോമ്പോണൻറ്റ് W സൈൻ തീറ്റ ആയിരിക്കും. ഞാൻ ഒന്നുകൂടെ വരച്ച് കാണിച്ചു തരാം. ഇപ്പം ഇതൊരു ലോഡാണെങ്കിൽ ഇതിന് നോർമലായിട്ട്, അതായത് ഇങ്ങനെ ഒരു W എന്ന് പറയുന്നൊരു ലോഡ് വരും. ഓക്കെ, നോർമലായിട്ട് ഗ്രാവിറ്റി ലോഡ് വരുന്നത്. സോ ഈ വിൻഡ്, അതായത് നമ്മുടെ റൂഫ് ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് തന്നെ ഇതൊരു പെർട്ടിക്കുലർ ആംഗിളിൽ വന്നിട്ട് 2 കമ്പോണൻ്റായിട്ട് തിരിയും. നമ്മൾ യൂഷ്വലി നേരത്തെ പഠിച്ചതുപോലെ ഇൻക്ലൈൻഡ് ആയിട്ടൊരു സ്ട്രക്ചറിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. അപ്പം അഡ്ജസൻ്റ് ആയിട്ട് വരുന്നത് W കോസ് തീറ്റ, ഇങ്ങനെ വരുന്നത് W സൈൻ തീറ്റ. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം, 2 കമ്പോണൻ്റായിട്ട് വരുന്ന ഏതാ, ലോഡ് നോർമൽ ടു ഷീറ്റ്. ഷീറ്റിന് നോർമലായിട്ട് വരുന്ന ഈ ലോഡ്, ഷീറ്റിന് നോർമലായിട്ട് വരുന്ന ഈ ലോഡ്. ഓക്കെ, ഇതാണ് ഷീറ്റിന് നോർമലായിട്ട് വരുന്ന ലോഡ് W കോസ് തീറ്റ. ആൻഡ് പാരലായിട്ട് വരുന്നത് എന്താണ്, W സൈൻ തീറ്റ. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇസഡ് നോർമലിന് നമ്മൾ WZ എന്ന് കൊടുക്കുന്നു, അത് W കോസ് തീറ്റ എന്ന് എഴുതുന്നു. പാരലായിട്ട് വരുന്നതിന് നമ്മൾ WY എന്ന് കൊടുക്കുന്നു, അത് W സൈൻ തീറ്റ. അപ്പോൾ നമ്മൾ 2 സ്റ്റെപ്പ് കഴിഞ്ഞു. ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു, സ്ലോപ്പ് കണ്ടുപിടിക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പ് ലോഡ് കണ്ടുപിടിക്കാം. ആൻഡ് തേർഡ് എന്ന് പറയുന്നത്
ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഇവിടെ യൂഷ്വലി നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് നേരത്തെ അടുത്തെല്ലാം എമ്മും അതുപോലെ ഷിയർ ഫോഴ്സ് SF ഒരെണ്ണേ കണ്ടുപിടിക്കാനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. സോ ഇവിടെ നമ്മൾ മേജർ ആക്സിസ് മൈനർ ആക്സിസ് ആയിട്ടാണ് ചെയ്യുന്നത്. മേജർ ആക്സിസ് MZ ആൻഡ് മൈനർ ആക്സിസ് MY എന്ന് പറഞ്ഞ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് MZും MY എന്ന് പറയുന്ന രണ്ട് കമ്പോണൻറ്റ് വരും. കാരണം നമുക്ക് WZും WYയും ഉണ്ട്. അപ്പോൾ MZ എന്തായിരിക്കും? WZL²/8 ആൻഡ് MY WY L²/8. ഏതാണ്? സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിൽ. ഇൻ കേസ് കണ്ടിന്യൂസ് ബീം എങ്ങാനും വരുവാണെന്നുണ്ടെങ്കിൽ WZL²/10 ചെയ്യുക, MY WY L²/10 ചെയ്യുക. നമ്മൾ യൂഷ്വലി സിംപ്ലി സപ്പോർട്ടഡ് ആണ് വരുന്നത്. തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് അസ്യൂം ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, സോ MZ എന്ന് പറയുന്നത് WZL²/8, MY എന്ന് പറയുന്നത് WY L²/8. സിമിലർലി ഷിയർ ഫോഴ്സ് ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? FZ WZL/2, FY WY L/2. യൂഷ്വലി നമുക്ക് സിംപ്ലി സപ്പോർട്ടഡേ വരാറുള്ളൂ. സോ നമുക്ക് WZL²/8 WZL/2 അത് പഠിച്ചു വെച്ചിരുന്നാൽ മതി. അതിൻ്റെ MZും MYയും FZും FY. അപ്പോൾ നമ്മൾ 3 സ്റ്റെപ്പ് കഴിഞ്ഞു. എന്തായിരുന്നു? ആദ്യം ലോഡ് കൺസിഡർ ചെയ്യുന്ന സ്റ്റെപ്പ്, ഫസ്റ്റ് സ്ലോപ്പ് കൺസിഡർ ചെയ്യുന്ന സ്റ്റെപ്പ്, ആൻഡ് ദെൻ നെക്സ്റ്റ് നമ്മൾ എന്ത് കൺസിഡർ ചെയ്തു? അതിന് ശേഷം നമ്മൾ ലോഡ് കൺസിഡർ ചെയ്തു, ആൻഡ് തേർഡ്ലി നമ്മൾ മൊമെൻറ്റ് കൺസിഡർ ചെയ്തു. ഈ മൊമെൻറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ Z ആക്സിസിനും Y ആക്സിസിനും എഗെയിൻസ്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റും ഷിയർ ഫോഴ്സും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 3 സ്റ്റെപ്പ് കഴിഞ്ഞു. 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് സെക്ഷനാണ്. ഓക്കെ, നമുക്ക് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു സെക്ഷൻ എന്ത് ചെയ്യാം? നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, അതായത് ചാനൽ സെക്ഷൻ ഇതാണെന്നുണ്ടെങ്കിൽ, അതായത് ചാനൽ സെക്ഷൻ എന്താണ്? ചാനൽ സെക്ഷൻ്റെ പെർലൈനാണ് നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് ISMC ഓക്കെ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മീഡിയം ചാനൽസ്, അതിൻ്റെ 125 ISMC 125 അല്ലെങ്കിൽ 125ന് ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു സെക്ഷൻ ചൂസ് ചെയ്യുക. ഓക്കെ, അതായത് 125 ഉണ്ട്, അത് കഴിഞ്ഞിട്ട് 150 അങ്ങനെ എന്തെങ്കിലും ഗ്രേറ്റർ ആയിട്ടുള്ള സെക്ഷൻസ്, അല്ലെങ്കിൽ ISMC 125 മിനിമം ISMC 125 എങ്കിലും പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ആൻഡ് I സെക്ഷൻ ആണ് വരുന്നതെങ്കിൽ ISMB 150 മിനിമം അസ്യൂം ചെയ്യുക, ആൻഡ് അതിൽ ഗ്രേറ്റർ ആയിട്ടുള്ളൊരു ഇത് അസ്യൂം ചെയ്യുക. നിങ്ങൾ ഇത് അസ്യൂം ചെയ്തെടുക്കുന്നതാണ്. നിങ്ങൾ ഏരിയ ഒന്നും നേരത്തെ ചെയ്ത പോലെ ഏരിയ ഒന്നും കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു സെക്ഷൻ ചൂസ് ചെയ്യുന്നതല്ല. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഒരു ചാനൽ സെക്ഷൻ. അപ്പോൾ അതിൽ മിനിമം എന്ന് പറയുന്നത് ചാനൽ സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ISMC 125 കൊടുക്കുക മിനിമം. I സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ISMB 150 മിനിമം ആയിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 4 സെക്ഷൻസ് കഴിഞ്ഞു. ഇനി അടുത്തത് നിങ്ങൾക്കുള്ളത് ചെക്ക് ഫോർ ഷിയർ ആണ്. ഓക്കെ, നിങ്ങളിത് ഇവിടെ ഏകദേശം 4th മൊഡ്യൂളുമായിട്ട് സാമ്യം വരുന്ന ഒരു പോർഷനാണ്. അടുത്തത് ചെക്ക് ഫോർ ഷിയർ ആണ്. ചെക്ക് ഫോർ ഷിയർ എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം നമുക്ക് V = AV FYW /√3. ഓക്കെ, സോ അതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ ഷിയർ കണ്ടുപിടിക്കാനുള്ള. ഇത് നിങ്ങളുടെ പേജ് നമ്പർ 59 ഉണ്ട്. ഓക്കെ, എവിടെയുണ്ട്? പേജ് നമ്പർ 59 നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പം ഇത് നിങ്ങൾ ഈ ഇക്വേഷൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കുക ബീംസിൻ്റെ ഡിസൈനിലായിരിക്കും. മൊഡ്യൂൾ നമ്പർ 4 ബീംസിൻ്റെ ഡിസൈനിലൊരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, ചെക്ക് ഫോർ ഷിയർ. ആ സെയിം ഇക്വേഷനാണ് നമ്മളിവിടെയും യൂസ് ചെയ്യുന്നത്. അതിൽ പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? എഗെയിൻസ്റ്റ് Z ആക്സിസും Y ആക്സിസിലും കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് VZ എന്ന് പറയുന്നത് ഓക്കെ AV എന്ന് പറയുന്നത് ഇതിൽ തന്നെ AV എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, AV എന്ന് പറയുന്ന വാല്യൂ എന്തായിരുന്നു? ഷിയർ ഏരിയ ആയിരുന്നു. അത് നമുക്ക് രണ്ട് ഇതാണ്. അപ്പം Z എന്ന് പറയുമ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്ന വെബ് പോർഷനിലെ ഏരിയ ആണ് കൺസിഡർ ചെയ്യുന്നത്. വെബ് പോർഷൻ എന്ന് പറയുമ്പം ഇങ്ങനെ വരുന്ന ഏരിയ, അത് ചാനൽ സെക്ഷൻ ആണെങ്കിൽ ഇത്, I സെക്ഷൻ ആണെങ്കിൽ ഇങ്ങനെ വരുന്ന ഏരിയ, അതെന്താണ്? H×TW. ഓക്കെ, Y എന്ന് പറയുമ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ ഫ്ലാഞ്ച് സെക്ഷനാണ്, ഇങ്ങനെ വരുന്ന ഫ്ലാഞ്ച് സെക്ഷൻ. അപ്പം ബ്രെഡ്ത്ത് B ഇൻറ്റു എന്താണ്? തിക്നെസ് ഓഫ് ഫ്ലാഞ്ച്. ഓക്കെ, അങ്ങനെ 2 ഫ്ലാഞ്ച് കാണും. C സെക്ഷൻ ആയാലും I സെക്ഷൻ ആയാലും 2 ഫ്ലാഞ്ച് കാണും. സോ അതുകൊണ്ടാണ് 2 × B/TF കൊടുത്തിട്ടുള്ളത്. ഓക്കെ, മാറിപ്പോവരുത്. ഓക്കെ, സോ
തിരിഞ്ഞും പോകരുത്. ഇസഡിന് നമ്മൾ 2x b/tfഉം കൊടുക്കരുത്, വൈക്ക് HTWയും കൊടുത്ത് തിരിഞ്ഞു പോകരുത്. ഇസഡ് എന്ന് പറയുന്നത് മേജർ ആക്സിസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഷിയർ ഏരിയ വെബിൻ്റെ ഷിയർ ഏരിയ ആയിരിക്കും. ഈ ഒരു പോർഷൻ ഐ സെക്ഷൻ ആണെങ്കിലും സി സെക്ഷൻ ആണെങ്കിലും ഈ ഒരു പോർഷനും ഈ ഒരു പോർഷനും. അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇതെന്തായിരിക്കും, TW തിക്നെസ് ഓഫ് വെബ് ആയിരിക്കും. ആൻഡ് വൈ വരുമ്പം നമ്മൾ ഫ്ലാഞ്ചിൻ്റെ ഗീസാണ് കൺസിഡർ ചെയ്യുന്നത്. ഫ്ലാഞ്ചിൻ്റെ ഗീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ഇരിക്കുന്ന ഈ ഫ്ലാഞ്ച് സി സെക്ഷൻ ആണെങ്കിലും ഐ സെക്ഷൻ ആണെങ്കിലും രണ്ടെണ്ണം ഉണ്ട്. സോ 2 ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു BF ബ്രെഡ്ത്ത് ആൻഡ് TF തിക്നെസ് ഓഫ് ഫ്ലാഞ്ച്. ഓക്കെ, അപ്പോൾ 4 സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പോൾ ഈ നമ്മൾ അവിടെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം, നമ്മൾ ഈ കണ്ടുപിടിക്കുന്ന ഡിസൈൻ ഷിയർ ഫോഴ്സ് VD എന്നായിരുന്നു. അത് ഗ്രേറ്റർ ദാൻ നമ്മൾ സ്റ്റെപ്പ് 2-ൽ അല്ലെങ്കിൽ അതായത് ഇവിടെ സ്റ്റെപ്പ് 3-ൽ ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സ് നമ്മൾ FZ FIയും കാൽക്കുലേറ്റ് ചെയ്തു, അതിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കണം. ഓക്കെ, ദെൻ അടുത്തത് സെക്ഷൻ ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, സെക്ഷൻ ക്ലാസിഫിക്കേഷൻ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് നേരത്തെ. എങ്ങനെയാണ്, നമ്മളുടെ പ്ലാസ്റ്റിക് സെക്ഷൻ ആണോ, സെമി കോമ്പാക്ട് സെക്ഷൻ ആണോ, കോമ്പാക്ട് സെക്ഷൻ ആണോ എന്ന് സെലക്ട് ചെയ്യുക. അത് മൊഡ്യൂൾ നമ്പർ 4-ൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, സെക്ഷൻ എങ്ങനെയാണ് സെലക്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഒരു സെക്ഷൻ നമ്മൾ ചൂസ് ചെയ്യും. ഓക്കെ, ഒരു സെക്ഷൻ നമ്മൾ ചൂസ് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ചെക്ക് ഫോർ മൊമെൻ്റ് ആണ്. ഓക്കെ, ചെക്ക് ഫോർ മൊമെൻ്റ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിച്ചു, ലോഡ് കാൽക്കുലേറ്റ് ചെയ്തു, ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും കാൽക്കുലേറ്റ് ചെയ്തു, ഒരു സെക്ഷൻ സെലക്ട് ചെയ്തു. ഓക്കെ, അതായത് ഒരു ഏരിയ ഉള്ളൊരു പർട്ടിക്കുലർ സെക്ഷൻ, ഒരു ചാനൽ സെക്ഷൻ ആണ് ഐ സെക്ഷൻ ആണെങ്കിൽ ഐ സെക്ഷൻ, ചാനൽ സെക്ഷൻ ആണെങ്കിൽ ചാനൽ സെക്ഷൻ അത് സെലക്ട് ചെയ്തു, ഷിയർ ചെക്ക് ചെയ്തു. ദെൻ സെക്ഷൻ ക്ലാസിഫിക്കേഷൻ, അതായത് പ്ലാസ്റ്റിക് സെക്ഷൻ ആണോ, സെമി കോമ്പാക്റ്റ് ആണോ, കോമ്പാക്റ്റ് ആണോ അത് ചൂസ് ചെയ്തു. അടുത്ത നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെക്ക് ഫോർ മൊമെൻ്റ് ആണ്. ഓക്കെ, സോ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അവിടെയും നമുക്ക് MdZഉം Mdyയും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിക് ഇക്വേഷൻ നിങ്ങൾ എടുക്കുന്നത് പേജ് നമ്പർ 53-ലെ ഇക്വേഷനാണ്. പേജ് നമ്പർ 53-ലെ ഇക്വേഷൻ MD = βB ZP FY / ഗാമ M0 എന്നായിരിക്കും. ഓക്കെ, ദാറ്റ് ഷുഡ് ബി ലെസ് ദാൻ 1.2 ZE FY / ഗാമ M0. ഓക്കെ, അത് ഇൻ ടേംസ് ഓഫ് MdZഉം Mdyയും വരുമ്പോഴാണ് അവിടെ ZPZഉം ZPYയും ഒക്കെ വരുന്നത്. ഓക്കെ, സോ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ MD = βB ZP FY / ഗാമ M0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.2 ZE FY / ഗാമ M0. അത് MdZ ആവുമ്പോൾ βB ZP Z എന്നാവും. അതുപോലെ MDY ആവുമ്പോൾ βB ZPY ആവും. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് രണ്ടും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.2 ZEZ FY / ഗാമ M0 ആയിരിക്കണം. സോ MdZ വരുമ്പം ZPZ ആണ് ഉള്ളത്. അപ്പം ഈ ZPZൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ സ്റ്റെപ്പ് 4-ലും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എവിടെ നിന്ന് എടുക്കാം, മൊഡ്യൂൾ 4-ൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അനെക്സ് Hൽ നിന്ന് നമുക്കതിൻ്റെ വാല്യൂസ് എടുക്കാം. മൊഡ്യൂൾ 4-ൽ നമ്മൾ എങ്ങനെയാണ് അനെക്സ് Hൽ നിന്ന് ZPZ എടുക്കുന്നതെന്ന് പഠിച്ചിട്ടുണ്ട്. ആൻഡ് ZPY എന്ന് പറയുന്നത്, ഓക്കെ, ZPYയുടെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിരിക്കുക. B² TF/2 ആണ് ഫ്ലാഞ്ചിൻ്റെ കേസ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും. ഓക്കെ, B² TF / 2 അത് ഇക്വേഷൻസ് എങ്ങുമില്ല, അതിൻ്റെ ഇക്വേഷൻ എങ്ങുമില്ല, നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ B² TF/2. ഓക്കെ, എന്നിട്ട് നമ്മളപ്പം MdZഉം Mdyയും കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ MEZ നമ്മൾ എവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തു, നേരത്തെ നമ്മൾ സ്റ്റെപ്പ് 3-ൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, മൊമെൻറ്റ് അഗെയിൻസ്റ്റ് Z ആക്സിസ്. ഓക്കെ, MZ / MdZ പ്ലസ് MY / Mdy ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, 1-നേക്കാൾ ചെറുതായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കാം. ദെൻ അടുത്തത് ചെക്ക് ഫോർ വിൻഡ് സക്ഷൻ ആണ്. ഓക്കെ, വിൻഡ് സക്ഷൻ അഗെയിൻസ്റ്റുള്ള ചെക്കാണ് ഉള്ളത്. ഓക്കെ, സോ അതായത് ആദ്യം ലോഡ് നോർമൽ ടു ഷീറ്റിംഗ് കാണണം. അതായത് നമ്മൾക്ക് വിൻഡ് ലോഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഒരു ഡെഡ് ലോഡ് അല്ലെങ്കിൽ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിന് നോർമലായിട്ട് ഇങ്ങനെയാണ് നമ്മുടെ എന്ത് ആക്ട് ചെയ്യുന്നത്, വിൻഡ് ലോഡ് ആക്ട് ചെയ്യുന്നത് നമ്മൾ അസ്യൂം ചെയ്യുന്നു. സോ ഇവിടെ നമ്മളുടെ
അതായത് നമ്മുടെ ഡബ്ല്യു അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡെഡ് ലോഡ് താഴോട്ട് ആക്ട് ചെയ്യുന്നു. നമ്മളതിനെ ഡി എൽ എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഡബ്ല്യു. സോ അപ്പം ഈ കമ്പോണൻറ്റ് ഡബ്ല്യു കോസ് തീറ്റ അല്ലെങ്കിൽ ഡി എൽ കോസ് തീറ്റ, ഇത് നമ്മുടെ ഡബ്ല്യു സൈൻ തീറ്റ അല്ലെങ്കിൽ ഡി എൽ സൈൻ തീറ്റ. സോ ഇതിന് ഓപ്പോസിറ്റായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്, വിൻഡ് ലോഡ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ വിൻഡ് ലോഡ് ആക്ട് ചെയ്യുന്നത് അതാണ് ഞാൻ ഈ കമ്പോണൻസ് ഇവിടെ വരച്ച് വെച്ചിരിക്കുന്നത്. താഴോട്ട് ഇങ്ങനെ എന്ത് ആക്ട് ചെയ്യുന്നു, ഡെഡ് ലോഡ് ആക്ട് ചെയ്യുന്നു. ഇതിൻ്റെ ഈ ഒരു കമ്പോണൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നത്, വിൻഡ് ലോഡ് ആക്ട് ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, സോ കമ്പോണൻസ് എല്ലാം വരച്ചു. അപ്പോൾ ഇവിടെ ലോഡ് നോർമൽ ടു ഷീറ്റിംഗ് ഏതാണ്, ഈ രണ്ട് ലോഡാണല്ലോ. അപ്പോൾ ഇത് പോസിറ്റീവ് ഡി എൽ കോസ് തീറ്റ, നമ്മളിതിൻ്റെ കമ്പോണൻറ്റ് പോസിറ്റീവായിട്ട് എടുക്കുന്നു. വിൻഡ് ലോഡ് ഇതിന് ഓപ്പോസിറ്റായിട്ട് പോകുന്നതുകൊണ്ട് മൈനസ് ഡബ്ല്യു എൽ ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നു. ആൻഡ് അപ്പം ലോഡ് പാരലൽ ടു ഷീറ്റിംഗ് ഏതേ ഉള്ളൂ, ഡി എൽ സൈൻ തീറ്റ മാത്രമേ ഉള്ളൂ. ഷീറ്റിന് പാരലായിട്ട് വരുന്നത് ഇങ്ങനെ ട്രസ് ഷീറ്റ് കൊടുക്കുന്നു, ഇതിന് പാരലായിട്ട് വരുന്ന ഈ ഒരു ലോഡ് ഡി എൽ സൈൻ തീറ്റ മാത്രമേ ഉള്ളൂ. നോർമലായിട്ട് ഈ ഡി എൽ കോസ് തീറ്റയും ഉണ്ട്, ഈ വിൻഡ് ലോഡും ഉണ്ട്. ഡി എൽ കോസ് തീറ്റ നമ്മൾ ഈ ഡി എല്ലിൻ്റെ കമ്പോണൻറ്റ് പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം. ഡി എൽ കോസ് തീറ്റ നോർമലായിട്ട് വരുന്ന ആ ലോഡ്, ആൻഡ് മൈനസ് ഡബ്ല്യു എൽ പറഞ്ഞ് വിൻഡ് ലോഡ് ഇതിന് ഓപ്പോസിറ്റായിട്ട് പോകുന്നു. സോ ദാറ്റ് ഈസ് മൈനസ് ഡബ്ല്യു എൽ. ഓക്കെ, ഇനി ഇത് രണ്ടും കൺസിഡർ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും എന്ത് കൺസിഡർ ചെയ്യും, എം ഇസഡും എം വൈയും കൺസിഡർ ചെയ്യും. അപ്പം ഇവിടെ കിട്ടിയ ഈ ലോഡായിരിക്കും നമ്മുടെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഇവിടെ ഡബ്ല്യു ഇസഡും ഡബ്ല്യു വൈയും ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ പ്രോബ്ലം ചെയ്യണം. പ്രോബ്ലം ചെയ്യുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ കാരണം ഇത് നിങ്ങൾക്ക് ചിലപ്പം സ്റ്റെപ്പ് 3 ആയിട്ട് കൺഫ്യൂസ്ഡ് ആയി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അവിടെയും നമ്മളൊരു എം ഇസഡും എം വൈയും കൺസിഡർ ചെയ്തതല്ലേ എന്ന് നമുക്ക് തോന്നും. അപ്പോൾ അത് എങ്ങനെയാണോ എന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, ദെൻ സോ നെക്സ്റ്റ് എന്ന് പറയുന്നത്, അപ്പോൾ ആദ്യം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഡബ്ല്യു ഇസഡ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കും കേട്ടോ. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവുമെങ്കിലും ഒന്നുകൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ നോർമൽ ടു ഷീറ്റിംഗ് ആണല്ലോ നമ്മൾ നേരത്തെ സെക്കൻഡ് സ്റ്റെപ്പിലെടുത്ത് നോർമൽ ടു ഷീറ്റിംഗ് ആയിട്ട് വരുന്നത് ഡബ്ല്യു ഇസഡും, ആൻഡ് പാരലൽ ടു ഷീറ്റിംഗ് ആയിട്ട് വരുന്നത് ഡബ്ല്യു വൈ ആണത്. ആ ഒരു ഡബ്ല്യു ഇസഡും ഡബ്ല്യു വൈയും ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. കൺഫ്യൂഷൻ ആക്കാതിരിക്കുക, കാരണം നേരത്തെ ഒരു ഡബ്ല്യു ഇസഡും ഡബ്ല്യു വൈയും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ. ഓക്കെ, സോ നെക്സ്റ്റ് എം ഡി ഇസഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, വിൻഡ് സെക്ഷൻ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, എം ഡി ഇസഡ്. ഓക്കെ, ആ എം ഡി ഇസഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതായത് ചെക്ക് ഫോർ മൊമെൻറ്റ് ബീറ്റ ബി ഇസഡ് പി ഇസഡ് ഇൻറ്റു എഫ് ബി ഡി. ഓക്കെ, ആൻഡ് ഇതിൽ നിങ്ങൾക്ക് എഫ് ബി ഡി കാൽക്കുലേറ്റ് ചെയ്യണം. എഫ് ബി ഡി കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പേജ് നമ്പർ 54 ഏതാണ്, എം ഡി ഇസഡ് ഈക്വൽ ടു ബീറ്റ ബി ഇസഡ് പി ഇസഡ് എഫ് ബി ഡി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പേജ് നമ്പർ 54 ഉണ്ട്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഇസഡ് പി ഇസഡ് അറിയാം, ബീറ്റ ബിയും കിട്ടും. ആൻഡ് എഫ് ബി ഡി കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, എഫ് ബി ഡി കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങളൊരു ടേബിളിൽ നിന്നാണ്. ഓക്കെ, ഇതാണ് എഫ് ബി ഡി കാൽക്കുലേറ്റ് ചെയ്യുന്ന ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് നോക്കിയാൽ മതി, ഇതിൽ ഒരു സൈഡിൽ എഫ് ഐ ഉണ്ട്, എഫ് സി ആർ ബി എന്ന എഫ് സി ആറിൻ്റെ വാല്യൂ ആണ് നിങ്ങൾക്ക്, അതായത് കോളം വൈസ് റോ വൈസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ആൻഡ് കോളം വൈസ് ആയിട്ട് നിങ്ങൾക്ക് എഫ് വൈയുടെ വാല്യൂ ഉണ്ട്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ കോളത്തിൻ്റെ ഫ്രണ്ട് നോക്കിയാൽ മതി, നിങ്ങൾക്ക് 13A 13B അങ്ങനെ 2 ടേബിൾസാണ് എഫ് ബി ഡിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്കറിയാം റോൾഡ് സെക്ഷൻസ് ആണ് എന്നുണ്ടെങ്കിൽ ആൽഫയുടെ വാല്യൂ, അതായത് നിങ്ങൾക്ക് മൊഡ്യൂൾ 4 പഠിച്ചവർക്ക് അറിയാൻ പറ്റും ആൽഫ ടിയുടെ വാല്യൂ. നിങ്ങൾക്ക് മൊമെൻ്റ് പേജ് നമ്പർ ഇതിൽ തന്നെ ആൽഫയുടെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് റോൾഡ് സെക്ഷൻസ് ഐ സെക്ഷനും ചാനൽ സെക്ഷനും ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ആൽഫയുടെ വാല്യൂ 0.21 ആയിരിക്കും. ഓക്കെ, ഇതിൽ 13Bയിൽ കൊടുക്കുന്നത് വെൽഡഡ് സെക്ഷൻ്റെ ആണ്. നിങ്ങളത് നോക്കണ്ട, 13Aയിൽ നിന്നാണ് നിങ്ങൾക്ക് വാല്യൂ എടുക്കാനുള്ളത്. എഫ് ഐയും വേണം, എഫ് സി ആറും വേണം. അപ്പോൾ ആദ്യം നമുക്ക് എഫ് സി ആർ കാൽക്കുലേറ്റ് ചെയ്യണം. എഫ് സി ആർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടേബിൾ 14 കിടപ്പുണ്ട്. അതിൽ നമുക്ക് KL/R നമ്മൾ എടുക്കുന്ന സ്ലെൻഡർനെസ് റേഷ്യോയും കൂടെ എന്താണ് H/TF ആണ്. H ഹൈറ്റ് ആയിരിക്കും, ടോട്ടൽ ഡെപ്ത്ത്. TF എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ദ ഫ്ലാഞ്ച്. ഓക്കെ, അത് രണ്ടിൻ്റെയും വാല്യൂ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും, FC6 കിട്ടും. ആ FC6ൻ്റെ വാല്യൂ ആണ് ഇവിടെ കൊടുത്തിട്ട് അതും FIയും കൂടെ കമ്പയർ ചെയ്തിട്ട് FBD കിട്ടും. ഓക്കെ,
സോ നിങ്ങൾക്കത് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ പറഞ്ഞു പോകുമ്പോഴായിരിക്കും ചിലപ്പം കൺഫ്യൂഷൻസ് വരുന്നത്. ഓക്കെ, ഇനി അതിൽ ഈ KL/R ഞാൻ പറഞ്ഞു. ഇവിടെ നിങ്ങൾ എടുക്കാനുള്ളത് പേർലിൻ്റെ ലെങ്ത് ആണ്. ഓക്കെ, പേർലിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്പാൻ ഓഫ് ദ പേർലിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ സ്പേസിങ് ഓഫ് ട്രസ് തന്നെയായിരിക്കും. ഞാൻ ഡിസൈൻ ലോഡ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞതാണ്. ഓക്കെ, എങ്ങനെയാണത് വരുന്നതെന്ന്. അതായത് ഇപ്പം ഇവിടെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഒരു ട്രസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, അടുത്ത ട്രസ് ഇങ്ങനെ ആയിരിക്കും പോകുന്നത് അല്ലേ. അപ്പം ആ ട്രസ്സുകൾ തമ്മിലുള്ള സ്പേസിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ഈ ഒരു ഡിസ്റ്റൻസിലാണ് നമ്മൾ പേർലിൻസ് കൊടുക്കുന്നത്. സോ അതിൻ്റെ ലെങ്ത്, പേർലിൻ്റെ ലെങ്ത്തും ആ സ്പേസിങ് ഓഫ് ട്രസ്സും സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ ഒന്നും കൂടി മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. MDY ഇവിടെ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും MDZും MDYയും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഏത് W വെച്ചിട്ട്, ഈ വിൻഡ് സെക്ഷൻ്റെ കേസിലുള്ള W വെച്ചിട്ട് നമ്മൾ MEZ MYയും കാൽക്കുലേറ്റ് ചെയ്യും. വീണ്ടും ഒരു MDZും MDYയും കാൽക്കുലേറ്റ് ചെയ്യും. ഇവിടുത്തെ MDY എന്ന് പറയുന്നത് പ്രീവിയസ് നമ്മൾ നേരത്തെ ഒരു സ്റ്റെപ്പിൽ ഒരു ചെക്ക് ഫോർ മൊമെൻറ്റിൽ ഒരു MDY കണ്ടുപിടിച്ചില്ലേ, ആ സെയിം MDY ആണ്. പക്ഷേ MDZന് വേറൊരു പുതിയൊരു ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾ വേറൊരു MDZ കാൽക്കുലേറ്റ് ചെയ്യണം. ലാസ്റ്റ് ഡിഫ്ലക്ഷൻ്റെ ചെക്കും കൂടെ ചെയ്യണം. ഓക്കെ, ആൻഡ് ഡിഫ്ലക്ഷൻ്റെ ചെക്ക് എന്ന് പറയുന്നത് മാക്സിമം ഡിഫ്ലക്ഷൻ 5/384 ഇൻറ്റു WL⁴ ഡിവൈഡഡ് ബൈ EI. ഇതാണ് നിങ്ങളുടെ മാക്സിമം ഡിഫ്ലക്ഷൻ ഫോർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് UDL എന്ന് പറയുന്നത്. അതിൽ W നിങ്ങളിവിടെ കൊടുക്കേണ്ടത് WZ ആണ്. ഓക്കെ, ആൻഡ് I എന്ന് പറയുന്നത് IZZ ആണ്. ഓക്കെ, ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത WZ ആണ്. ഈ WZകൾ തമ്മിൽ മാറിപ്പോവരുത്. ഓക്കെ, ഇവിടെ നമ്മൾ കൊടുക്കുന്ന ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത WZ ആൻഡ് I = IZZ. ഓക്കെ, പെർമിസിബിൾ ഡിഫ്ലക്ഷൻ കൊടുക്കുന്നത് L/150 ആണ്. ഓക്കെ, ഇതൊന്നും മാറിപ്പോവരുത്. ഓക്കെ, എല്ലാം വാല്യൂസ് എല്ലാം കൊടുക്കുന്നത്. സോ ഞാൻ ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ആൻഡ് അതിന് ശേഷം ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും കാൽക്കുലേറ്റ് ചെയ്യാം. MZ, MY, അതുപോലെ എന്താണ് FZും FYയും കാൽക്കുലേറ്റ് ചെയ്യാം. ആൻഡ് അതിന് ശേഷം ഒരു സെക്ഷൻ ചൂസ് ചെയ്യാം. ആൻഡ് ഷിയറും നമ്മൾ അഗെയിൻസ്റ്റ് Z ആക്സിസും Y ആക്സിസിനും ഷിയർ കാൽക്കുലേറ്റ് ചെയ്യും. ആൻഡ് ലാസ്റ്റ് സെക്ഷൻ ക്ലാസിഫിക്കേഷൻ, ആദ്യത്തെ മൊമെൻറ്റ് വരുന്നത് ഇവിടെയാണ്. MDZും MDYയും കാൽക്കുലേറ്റ് ചെയ്യും. ആൻഡ് എന്നിട്ട് ഇക്വേഷൻ അഗെയിൻസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കും. ലാസ്റ്റ് വിൻഡ് സക്ഷൻ, ഇവിടെയും ഒരു മൊമെൻറ്റ് വരുന്നുണ്ട്. അവിടെ വരുമ്പോൾ ലോഡ് മാറുന്നുണ്ട്. ആ ലോഡിന് അഗെയിൻസ്റ്റുള്ള പുതിയ MEZും MYയും കാൽക്കുലേറ്റ് ചെയ്യും. പുതിയ MDZും MDYയും. ഇവിടുത്തെ MDY നേരത്തെ കണ്ടുപിടിച്ച MDY തന്നെയാണ്. MDZ പുതുതാണ്. എന്നിട്ട് ഇതും കൂടെ ഒന്നും കൂടെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. ഈ ഇക്വേഷൻ വെച്ചിട്ട് MEZ/MDZ + MY/MDY <= 1 ആണെന്നും പറഞ്ഞ് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കും. ലാസ്റ്റ് ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ, ഇതും കൂടി നമ്മൾ ചെയ്ത് നോക്കും. ഓക്കെ, ദെൻ ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ട് കടക്കാം. അപ്പോൾ പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ എടുക്കാം. സോ താങ്ക് യു.